ആളുകള് ഇപ്പൊ വരും, വന്നോട്ടെ വന്നോട്ടെ. പക്ഷെ ഈശോ പറഞ്ഞത് എന്താണ്? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചില ആളുകൾക്ക് അറിയാം. ഈശോയ്ക്ക് അറിയാവുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അറിയാത്തത് നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് തിരികെ ഈശോ പറയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? ശരിക്കൊന്ന് ചിന്തിച്ചേ. അപ്പോൾ അതിന്റെ അനിവാര്യതയെ കുറിച്ച് പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ ഹൃദയം അകറ്റി മാറ്റപ്പെടുന്ന ഒരു സമയത്തെയാണ് ഈശോ പറയുന്നത് കഴിയുമെങ്കിൽ ആ മണിക്കൂർ അകന്നു പോകട്ടെ എന്ന് പറയുന്നത്. അല്ലാതെ കുരിശുമരണം അകന്നു പോകട്ടെ എന്നല്ല ഈശോ പറയുന്നത്. കുരിശുമരണത്തിന്റെ ആ പശ്ചാത്തലത്തിൽ ഈശോയുടെ ഹൃദയം പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന ഒരു വേദനാജനകമായ ഒരു സമയമുണ്ട്. അച്ഛൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല, തിയോളജിയാണ്. ആ സമയം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ അനിവാര്യതയെ കുറിച്ച്, ഇതില്ലാതെ പറ്റുകയില്ല എന്ന കാര്യത്തെ കുറിച്ച് ഈശോയ്ക്ക് പൂർണ്ണമായ ബോധ്യമില്ല. അപ്പോഴും ഈശോ പറയുകയാണ്, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ഇതുപോലെ അനുസരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ടാകും. അമ്മ ത്രേസ്യയുടെ ജീവിതത്തില് അമ്മ ത്രേസ്യയോട് കർത്താവ് പറഞ്ഞു, മോളെ നീ സഭയെ നവീകരിക്കുക. അമ്മ ത്രേസ്യയോട് സഭയെ നവീകരിക്കാൻ ഈശോ പറഞ്ഞ് സഭയെ നവീകരിക്കാൻ വേണ്ടി 47 വയസ്സുള്ള ഒരു സ്ത്രീ പുതിയ കോൺവെന്റ് ഒക്കെ തുടങ്ങിയപ്പോ പുറത്ത് ആളുകൾ പറയാൻ തുടങ്ങി, അമ്മ ത്രേസ്യ ഒരു ഇമ്മോറൽ സ്ത്രീയാണ്, ധാർമ്മികതയില്ലാത്ത സ്ത്രീയാണ്, വഴിപിഴച്ചവളാണ്. വഴി ഒന്ന് കട്ട് ചെയ്ത് ബാക്കി എന്താ ഉള്ളത് അത് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അമ്മ ത്രേസ്യക്ക് പുറത്ത് കാമുകന്മാരുണ്ട്, അതും പറഞ്ഞു. അവരുമായി ഉള്ള ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ ഗവൺമെന്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പറ, ഇനി അമ്മ ത്രേസ്യ കർത്താവ് പറഞ്ഞ കാര്യമായിട്ട് മുന്നോട്ട് പോണ വേണ്ടേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലേ? അത് മാത്രമല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കോൺവെന്റിൽ നിന്ന് മാത്രമല്ല, കോൺവെന്റിൽ നിന്ന് പുറത്താക്കണം. അത് മാത്രമല്ല, സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഇനി പള്ളി കയറ്റരുതെന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പറയുന്നത് അവിടെ ഇവിടെ നിൽക്കുന്ന ആളുകളൊന്നുമല്ല, വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്, സഭയിൽ തന്നെയുള്ള ആളുകള്, അകത്തും പുറത്തുമൊക്കെയുള്ള അധികാരത്തിലുള്ള ആളുകളൊക്കെ പറയുകയാണ്, അമ്മ ത്രേസ്യ ആള് പോക്കാണ്. എന്താണ് കാരണം? ദൈവം പറഞ്ഞ ഒരു കാര്യം സഭയെ നവീകരിക്കാൻ വേണ്ടി ഒരു കോൺവെന്റ് തുടങ്ങാൻ പോയതിന് കിട്ടിയതാണ്. അപ്പൊ ഇനി അമ്മ ത്രേസ്യ എന്ത് തീരുമാനിക്കണം? ഞാൻ ഈ പണിക്കൊന്നും ഇല്ല, കർത്താവല്ല, കർത്താവിന്റെ അപ്പം പറഞ്ഞതാണ്, ഇനി ഈ പണിക്കില്ല, മിണ്ടാതെ ഒരു സ്ഥലത്ത് കഞ്ഞിയും കുടിച്ച് ജീവിച്ചാൽ മതിയല്ലോ, പോരെ. അതാണ് പ്രിയപ്പെട്ടവരെ, അനുസരിക്കാൻ പറഞ്ഞു, അനുസരിച്ചു. അമ്മ ത്രേസ്യ ജീവിത കഥ എഴുതി. അമ്മ ത്രേസ്യ തന്റെ അനുഭവങ്ങളൊക്കെ വെച്ച് ഏതോ ഒരു കുമ്പസാരക്കാരൻ അമ്മ ത്രേസ്യയോട് പറഞ്ഞു, അമ്മ ത്രേസ്യയുടെ ഇത്രയും വലിയ അനുഭവങ്ങൾ ഒക്കെ എഴുതിയിട്ട് അത് എഴുതി സൂക്ഷിക്കണം, അത് എഴുതി പുസ്തകമാക്കണം, ലോകം അറിയണം. അങ്ങനെ പുസ്തകം എഴുതി എല്ലാം റെഡിയാക്കി ഒരു കുമ്പസാരക്കാരന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ പറഞ്ഞു, എത്രയും വേഗം ഈ ആത്മകഥ കത്തിച്ചു കളയണം. അമ്മ ത്രേസ്യ തിരിച്ചു മേടിച്ചു. നിങ്ങളാണ് നിങ്ങളുടെ ആത്മകഥ കഷ്ടപ്പെട്ട് എഴുതിയതെന്ന് വിചാരിക്കുക. 500 പേജ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ കുമ്പസാരക്കാരൻ പറയാണ്, നിങ്ങളത് കത്തിച്ചു കളഞ്ഞാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ എന്ത് ചെയ്തെന്നറിയാവോ? താൻ എഴുതിയ ആത്മകഥ കത്തിച്ചു കളഞ്ഞു. അതാണ് ഈ അമ്മ ത്രേസ്യയുടെ അനുസരണം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇത് പറയുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാന്നുള്ളൂ.
അല്ലേ? നമുക്കിഷ്ടമില്ലാത്ത ചെറിയ കാര്യം പോലും ആത്മകഥ പോയിട്ട് ഒരു കത്ത് കടലാസിൽ കിടക്കുന്ന പോലും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയല്ല, അത് കത്തിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ആള് കഴിഞ്ഞപ്പോ വേറൊരു കുമ്പസാരക്കാരൻ പറഞ്ഞു വീണ്ടും എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? പോയി പണി നോക്കാൻ പറഞ്ഞില്ല, അമ്മ തെരേസ വീണ്ടും എഴുതി. കർത്താവിനെ കണ്ണും പൂട്ടി അനുസരിക്കുക, ഏത് സാഹചര്യത്തിലാണെങ്കിലും അനുസരിക്കാൻ. അപ്പോൾ നമുക്ക് കുറെ ചിന്തകളും ബുദ്ധികളും ഒക്കെ ഉണ്ടല്ലോ, നമുക്കും ഇല്ലേ ചിന്തിക്കാനുള്ള ശക്തി, നമുക്കുമില്ലേ തീരുമാനമെടുക്കാനുള്ള ശക്തി. അമ്മ തെരേസ എന്തോരം ബുദ്ധിയും ദൈവാനുഭവം ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അതൊക്കെ സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവുകളൊക്കെ മാറ്റിവെച്ചിട്ട് പറഞ്ഞതുപോലെ അനുസരിച്ച് ചെയ്തപ്പോ പ്രിയപ്പെട്ടവരെ അമ്മ തെരേസ ആരെ പോലെയായി? ഈശോയെ പോലെയായി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പൊ നമുക്കും ഈശോയെ പോലെയായി തീരാൻ ഇനി എന്തോരം സഞ്ചരിക്കണം, എന്തോരം നടന്നാലാണ്, എന്തോരം ഈ ആത്മീയ യാത്ര നടത്തിയാലാണ് പ്രിയപ്പെട്ടവരെ, എന്തോരം പക്വത പ്രാപിച്ചാലാണ് നമുക്കും ഈ വിശുദ്ധരുടെ ഒരു അല്ലെങ്കിൽ ഈശോയുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുന്നത്. നമ്മള് യാത്ര 100 കിലോമീറ്ററിന്റെ യാത്രയിൽ 1/2 കിലോമീറ്റർ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ മട്ടും ഭാവവും ഒക്കെ നമ്മൾ എത്തി എന്നുള്ള രീതിയിലാണ് അല്ലെ? പിക്നിക്കിന് പോകാൻ വേണ്ടി വണ്ടി കയറിയപ്പോ തന്നെ ഊട്ടിയിൽ എത്തി എന്ന് വിചാരിച്ച് പുതച്ചിരിക്കുന്നവരെ പോലെ. അല്ലെ, ഊട്ടി പോവാന്ന് പറഞ്ഞപ്പോ തന്നെ എടുത്ത് തൊപ്പി വെച്ചു. അവർ തണുപ്പായിരിക്കും, അതിന് കാരാവറമ്പ് വിട്ടിട്ടില്ല. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ വണ്ടി വിട്ടിട്ടില്ല, വണ്ടി കയറി ഇരുന്നിട്ടുള്ളൂ. ഇത് അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഈശോയെ പോലെ ആയി തീരുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ഉപേക്ഷിക്കുക